നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും വരവേറ്റത്. കൊച്ചിയിലായിരുന്നു അദ്ദേഹം എത്തിയത്. കൊച്ചിയിൽ അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്. മലയാളികളും അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് പോലും ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ ഒന്ന് കാണാനായിട്ട്. 2020 അനുഭാവികളും ഒക്കെ തന്നെ അദ്ദേഹത്തെ കാണാനായി എത്തിയിരുന്നു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തിയിരുന്നു. റോഡ് ഷോയിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൽ നിരവധി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച സാധ്യതയും ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ആ റോഡ് ഷോ കഴിഞ്ഞ് ആ വണ്ടി അവിടെ ഒതുക്കിയിട്ട് പ്രധാനമന്ത്രി ഇറങ്ങിയതിനു ശേഷം വണ്ടി അവിടെ ഒതുക്കിയിടുന്നു. അതിനുശേഷം എല്ലാവരും പോകുന്നു. പക്ഷെ ജനക്കൂട്ടം അതിനു ചുറ്റും പറ്റിക്കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തിനാണ്? മറ്റൊന്നിനുമല്ല, മോദി സഞ്ചരിച്ച കാറിലെ പുഷ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൂക്കളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ചിലർ അതിനെ തൊട്ടു തൊഴുന്ന കാഴ്ചയും ഒക്കെ കാണുന്നുണ്ട്. പലർക്കും പല രീതിയിലാണല്ലോ മോദിയോടുള്ള വികാരവും ഒക്കെ ഉള്ളത്. അതായത് ഒരു സഹോദരനെ പോലെ, അച്ഛനെ പോലെയും ദൈവത്തെ പോലെയൊക്കെ ആരാധിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് ഇപ്പോഴും. എന്തായാലും ആ കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഹൈബീഡിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ധീവരസഭയുടെ സുവർണ ജൂബിലി സംഗമ വേദിയിൽ ഹൈബി ഈഡൻ MPയെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നത്, പാർലമെന്റിൽ പോകുന്നില്ലേ എന്നാണ്. ചോദ്യം കേട്ട ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഹൈബി പറഞ്ഞു, ഇത് എന്ത് ചോദ്യമാണ് PM-എ, കഴിഞ്ഞ 1.5 മാസമായി ഞങ്ങൾ കുറച്ചുപേരെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ എന്ന്. ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ലല്ലോ, ഞാൻ ഇന്ന് രാവിലെ ഈ പരിപാടിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്നും വന്നതാണെന്ന്. അതിന് മറുപടി പറയാതെ പ്രധാനമന്ത്രി ചിരിച്ചുകൊണ്ട് പോയി. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിനിടയിലാണ് സ്പീക്കറോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് ഹൈബി അടക്കമുള്ള പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തത്. കലൂർ സ്റ്റേഡിയത്തിന് സമീപം NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, 2020 പാർട്ടി അധ്യക്ഷൻ സാബു M. ജേക്കബ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവരും സമീപത്തുണ്ടായിരുന്നു. കലൂർ സ്റ്റേഡിയത്തിന് സമീപം NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കയറിയത്. ഈ വാഹനത്തിലെ പുഷ്പങ്ങൾ എടുക്കാനായിരുന്നു ഉന്തും തള്ളും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് കൈ നിറയാണ് സമ്മാനം ലഭിച്ചത്. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് സമ്മാനമായി 6 മുള കണ്ണാടിയും വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് 6 മുള കണ്ണാടി സമ്മാനിച്ചത്. ദേശീയ പുഷ്പമായ താമരയുടെയും ദേശീയ പക്ഷിയായ മയിലിന്റെയും രൂപങ്ങൾ കൊത്തിയതായിരുന്നു 6 മുള കണ്ണാടി. മാത്രമല്ല, അദ്ദേഹം അണിഞ്ഞിരുന്ന ഷോളിൽ മുഴുവനും ശ്രീ പത്മനാഭസ്വാമിയുടെ അനന്തശയന ചിത്രമായിരുന്നു. അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളന വേദിയിൽ മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാരത്തിന്റെ ശില്പമാണ് ഭാരവാഹികൾ സമ്മാനിച്ചത്. കഥകളിയിലെ കൃഷ്ണവേഷത്തിന്റെ ഈട്ടിയിൽ തീർത്ത വലിയ ശില്പം നൽകിയാണ് NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇതിനു പുറമെ തൃപ്പൂണിത്തുറ സ്വദേശിനിയായ 72-കാരി ഗിരിജ അമ്മാൾ പരുത്തിനൂൽ ഉപയോഗിച്ച് തുന്നിയ മോദിയുടെ ചിത്രവും സമ്മാനിച്ചു നൽകി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് 2 സമ്മാനങ്ങളും മോദിക്ക് കൈമാറിയത്. മോദിയുടെ പ്രസംഗത്തിലാകെ കേരളം, മലയാളം എന്നിവയായിരുന്നു. പ്രസംഗത്തിൽ ആദ്യാവസാനം മലയാളം പറഞ്ഞു കേരളം മാറ്റി കേരളം എന്ന പേരാക്കിയതിൽ അഭിമാനം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാചാലനാവുകയായിരുന്നു. മറൈൻ ഡ്രൈവിലും കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലുമായി അരങ്ങേറിയ 3 പരിപാടികളിലും മലയാളത്തെ അടിക്കടി കൂടെ കൂട്ടുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം. 3 വേദികളിലും പ്രസംഗത്തിനിടെ പലതവണ എന്റെ സുഹൃത്തുക്കളെ എന്ന സംബോധനയും മോദിയിൽ നിന്നുണ്ടായി. നമസ്കാരം എറണാകുളം എന്ന വാക്കുകളോടുകൂടിയായിരുന്നു NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്ഘാടന വേദിയിൽ മോദിയുടെ പ്രസംഗ തുടക്കം. ജയ് കേരളം, ജയ് വികസിത കേരളം എന്നുള്ള വാക്കുകൾ പിന്നാലെയും എത്തി. മാറാത്തതു മാറും, ഇനി കേരളം വളരും എന്നുള്ള NDA പ്രചാരണ മുദ്രാവാക്യവും മോദി ഉയർത്തി. പതിവ് രീതിയിൽ വന്ദേമാതരം മുഴക്കി പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ മഹത്തായ സംസ്ഥാനത്തെ രാജ്യവും ലോകവും ഇനി മുതൽ കേരളം എന്ന് മലയാളത്തിൽ തന്നെ വിളിക്കുന്നതിന് വേണ്ട ഐതിഹാസിക തീരുമാനമെടുത്തത് NDA സർക്കാർ ആണെന്നതിൽ അഭിമാനമുണ്ടെന്ന് മോദി പറഞ്ഞു. മലയാളി എന്ന വികാരത്തിന് മലയാളത്തിന്റെ സമ്പന്നമായ ഭാഷാ പാരമ്പര്യത്തിനുള്ള അംഗീകാരമാണുള്ളത്. കടലിന്റെ മക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞാണ് മറൈൻ ഡ്രൈവിൽ നടന്ന ധീവരസഭ സുവർണ ജൂബിലി ഉദ്ഘാടന പ്രസംഗം മോദി തുടങ്ങിയത്. എന്നാൽ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ ഹിന്ദിയിലാണ് പ്രസംഗം ആരംഭിച്ചത്.